ഇത്തവണത്തെ ഹസ്ബൻഡിൻ്റെ ഇൻഡോർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ആളെത്തിയപ്പോഴത്തേക്ക് എനിക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു സർപ്രൈസായിട്ടാണ് കേട്ടോ ആളെത്തിയത്. എന്താണെന്നുള്ളത് ഈ കാണുന്ന സീഡ്സോ മാലയോ ഒന്നുമല്ല, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഐറ്റം പേണി എന്നാണ് ഇതിൻ്റെ പേര്. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ചിലർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ കാണില്ല. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ആദ്യവും. ഞാൻ ആദ്യം ബാംഗ്ലൂരിൽ വന്ന സമയത്താണ് കേട്ടോ ഈ ഒരു ഐറ്റം കാണുന്നത്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മളുടെ ഇടിയപ്പം ആയിരിക്കും എന്നാണ്. പിന്നീട് മനസ്സിലായി ഇതെന്തോ സ്പെഷ്യലായിട്ടുള്ള എന്തോ ഒരു ഐറ്റം ആണ്. ഇവിടെ ബാംഗ്ലൂരിലും ഇൻഡോറിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ ഈ ഒരു ഐറ്റം. എന്താണെങ്കിലും ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ. ആളാണ് ഞങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് തരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ പേര് അപ്പോൾ ഞാൻ ഒരുപാട് നടന്നെങ്കിലും ഇതിൻ്റെ പേര് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങാനും പറ്റിയില്ല. അച്ഛന് റെയിൽവേയിൽ ജോലി ആയിരുന്നതുകൊണ്ട് തന്നെ അച്ഛൻ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് ഇതണക്കുള്ള സ്വീറ്റ്സ് കൊണ്ടുവരായിരുന്നു. പക്ഷേ ഇതിൻ്റെ പേരറിയാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അലയേണ്ടി വന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ എന്താ ഇടിയപ്പം പോലെ ഇരിക്കുന്ന ഒരു സ്വീറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഇതാണെന്നുള്ള കാര്യം ആൾക്കറിയില്ലായിരുന്നു. ആളിത്തവണ വന്നപ്പോഴത്തേക്ക് സർപ്രൈസ് ആയിട്ട് എനിക്കൊരു സാധനം കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഇതാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. എന്താണെങ്കിലും സാധനം എന്താ കൊണ്ടുവന്ന് ഞാൻ അടുത്തുള്ള ലീലാൻറ്റിക്ക് കൊടുത്തപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സ്വീറ്റും കൂടാണെന്ന്. പിന്നെ പേരും ആൻറ്റിയാണ് പറഞ്ഞു തന്നത്. ഇനി വേണമെങ്കിൽ ആൻറ്റി ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. എനിക്കിതിൻ്റെ ഇഷ്ടമുള്ളൊരു കോംബോ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഹോർലിക്സോ അല്ലെങ്കിൽ ബൂസ്റ്റോ ഇട്ടതിന് ശേഷം നല്ല ചൂട് പാലൊഴിച്ചും കൂടെ കഴിക്കണം കേട്ടോ. വായിലിങ്ങനെ അലിഞ്ഞിറങ്ങിപ്പോവും. അതല്ലെങ്കിൽ നമ്മുടെ ബദാം മിൽക്ക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ പോവുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത്. എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അവസാനത്തെ ഞാനും കേതിനും കൂടി ഇതിന് അടിയായിരുന്നു കേട്ടോ.